ത് കുറച്ച് കറണ്ട് അഫെയർസ് ആയിട്ടാണ്, ഡെയിലി കറണ്ട് അഫെയർസ് ആയിട്ടാണ്. 2-3 ദിവസത്തെ കറണ്ട് അഫെയർസ് ഒരുമിച്ച് ഉൾപ്പെടുത്തിയാണ്. ഡെയിലി നമുക്ക് ഇടാനൊരു പറ്റുന്നില്ല, അതുകൊണ്ടാണ് 2-3 ദിവസത്തെ ആയിട്ട് ഒരുമിച്ചിടാമെന്ന് വിചാരിച്ചത്. ഓക്കെ, പിന്നെ എൻ്റെ കറണ്ട് അഫെയർസ് ചാനലിൻ്റെ വീഡിയോ മാത്രമല്ല, ഫ്ലവർ എന്ന് പറഞ്ഞൊരു ബ്ലോഗ് ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വ്യൂ ചെയ്താലും കറണ്ട് അഫെയർസ് എന്ന് പറയുന്ന പേജിൻ്റെ അകത്ത് നിങ്ങൾക്ക് എല്ലാ നവംബർ മാസത്തെയും ഡിസംബർ മാസത്തെ ഒക്ടോബർ തൊട്ടിട്ടുള്ളത് കേട്ടോ. ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ 3 മാസത്തുള്ള എല്ലാ കറണ്ട് അഫെയർസും നമുക്ക് പേപ്പറിൽ വരുന്നിട്ടുള്ള എല്ലാ ഇല്ലെങ്കിലും ഒട്ടുമിക്ക കറണ്ട് അഫെയർസ് എല്ലാം ഞാൻ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ബ്ലോഗ് ചെക്ക് ചെയ്താലും കിട്ടാം. ഫ്ലവർ എന്നാണ് ബ്ലോഗിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് പോകാം. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച സിനിമയ്ക്കുള്ള സുവർണ ചകോരം സ്വന്തമാക്കിയ സിനിമ ടു സീസൺ സ്ട്രേഞ്ചേഴ്സ് എന്ന സിനിമയ്ക്കാണ് 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച സിനിമയ്ക്കുള്ള സുവർണ ചകോരം സ്വന്തമാക്കിയത്. ടു സീസൺ സ്ട്രേഞ്ചേഴ്സ്. മികച്ച ചിത്രത്തിനുള്ള ഫൈപ്രസി അവാർഡ് സ്വന്തമാക്കിയ മലയാളി സിനിമ കിഡ്കി ഗവി. മികച്ച ചിത്രത്തിനുള്ള ഫിപ്രസി അവാർഡ് സ്വന്തമാക്കിയ മലയാള സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ കിഡ്കി ഗവിയാണ്. സാമൂഹിക സേവന രംഗത്തെ മികച്ച സംഭാവനയ്ക്കുള്ള പ്രഥമ ശ്രേഷ്ഠ സേവാ മിത്ര പുരസ്കാരം ലഭിച്ചത് KG എബ്രഹാമിന്. അപ്പം സാമൂഹിക സേവന രംഗത്തെ മികച്ച സംഭാവനയ്ക്കുള്ള പ്രഥമ ശ്രേഷ്ഠ സേവാ മിത്ര പുരസ്കാരം, പ്രഥമ ശ്രേഷ്ഠ സേവാ മിത്ര പുരസ്കാരമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അത് ലഭിച്ചത് ആർക്കാണ്? KG എബ്രഹാമിനാണ് പ്രഥമ ശ്രേഷ്ഠ സേവാമിത്ര പുരസ്കാരം ലഭിച്ചത്. ഗഗൻയാൻ ദൗത്യത്തിൽ യാത്രികരെ സുരക്ഷിതമായി ഇറക്കാൻ സഹായിക്കുന്ന പാരച്യൂട്ടിൻ്റെ പേരെന്താണ്? ഡ്രോഗ് പാരച്യൂട്ടാണ്. ഗഗൻയാൻ ദൗത്യത്തിൽ ബഹിരാകാശ യാത്രികരെ ബഹിരാകാശത്ത് അല്ലെങ്കിൽ മനുഷ്യരെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ദൗത്യമാണല്ലോ ഗഗൻയാൻ ദൗത്യം. അപ്പോൾ അതിൻ്റെ അകത്ത് യാത്രികരെ തിരിച്ച് സുരക്ഷിതമായിട്ട് ഇറക്കാൻ സഹായിക്കുന്ന പാരച്യൂട്ടിൻ്റെ പേരെന്താണ്? ഡ്രോഗ് പാരച്യൂട്ടാണ് കേട്ടോ, ഡ്രോഗ് പാരച്യൂട്ട്. ചരിത്രത്തിൽ ആദ്യമായി വീൽ ചെയറിലായ ഒരാളെ കൊണ്ട് ബഹിരാകാശ യാത്ര നടത്തിയ US-ൻ്റെ റോക്കറ്റ് ഏതാണ്? ബ്ലൂ ഓറിജിനാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് വീൽ ചെയറിലായ ഒരാളെയും കൊണ്ട് ബഹിരാകാശ യാത്ര നടത്തിയ ഏജൻസി ഏതാണെന്ന് ചോദിച്ചാൽ അത് US ആണ്. US-ൻ്റെ ഏജൻസി ഏത് റോക്കറ്റിലാണ് കൊണ്ടുപോയെന്ന് ചോദിച്ചാൽ ബ്ലൂ ഓറിജിൻ എന്ന് പറയുന്ന റോക്കറ്റിലാണ് കേട്ടോ, ബ്ലൂ ഓറിജിൻ. ഓക്കെ, അത് വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ മിഖേലെ ബെൻഹോസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ബഹിരാകാശ യാത്ര നടത്തിയത്. ഓക്കെ, നെക്സ്റ്റ് 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ഡെപ്യൂട്ടി കമാൻഡറായിരുന്ന എയർ മാർഷൽ അൽ ഖട്കർ എന്നാണ്, അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, അദ്ദേഹം അന്തരിച്ചു. യുവേഫ നേഷൻസ് ലീഗ് മാതൃകയിൽ ഏഷ്യൻ രാജ്യങ്ങളെ പങ്കെടുപ്പിച്ച് FC ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പും വരുന്നുണ്ട്. അപ്പോൾ യുവേഫ നേഷൻ ലീഗ് മാതൃകയിൽ ഏഷ്യൻ രാജ്യങ്ങളെ പങ്കെടുപ്പിച്ച് കൊണ്ട് നടക്കുന്ന ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പാണ് FC ചാമ്പ്യൻഷിപ്പ്. Under-19 ഏഷ്യൻ കപ്പ് ഫൈനലിൽ വിജയിയായിരിക്കുന്നത് ദുബായാണ്. Under-19 ഏഷ്യ കപ്പ് ഫൈനലിൽ വിജയിയായിരിക്കുന്നത് ആരാണ്? ദുബായാണ്. പാകിസ്ഥാനെതിരെയാണ് വിജയം. പാകിസ്ഥാനല്ല, ദുബായിൽ നടന്ന പാകിസ്ഥാനാണ് വിജയം. ഓക്കെ, പറഞ്ഞ തെറ്റിപ്പോയി. ദുബായിലായിരുന്നു Under-19 ഏഷ്യ കപ്പ് ഫൈനൽ നടന്നത്. ദുബായിൽ വെച്ചാണ് നടന്നത്. അത് വിജയിയായത് പാകിസ്ഥാനാണ്. ഓക്കെ, വിജയിയായത് ആരാണ്? പാകിസ്ഥാനാണ്. യാത്രക്കിടെ ശുചിമുറികൾ കണ്ടെത്താനുള്ള ശുചിത്വ മിഷൻ്റെ മൊബൈൽ ആപ്പാണ് ക്ലൂ ആപ്പ്. യാത്രക്കിടയിൽ ശുചിമുറികൾ കണ്ടെത്താനുള്ള ശുചിത്വ മിഷൻ്റെ ആപ്പ് ഏതാണ്? ക്ലൂ ആപ്പാണ്. 1973 കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയ ടീമംഗമായിരുന്ന ആരാണ് ഈ വർഷം അന്തരിച്ചത്? P. പൗലോസ്. 1973 കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി ലഭിക്കുന്നത്. അന്ന് ആ ടീമിലെ അംഗമായിരുന്ന ഒരു വ്യക്തി ഈ വർഷം 2025 ഡിസംബറിൽ അന്തരിച്ചു. ആരാണത്? P. പൗലോസ് ആയിരുന്നു. ഓക്കെ, P. പൗലോസ്.
ISROയുടെ നിക്നെയിമായ ബാഹുബലി എന്ന് പേരിട്ടിരിക്കുന്ന ബ്ലൂബേർഡ് 6 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് 2025 ഡിസംബർ 24 ലോഞ്ച് ചെയ്യും. ഓക്കെ, ISRO നിക്നെയിം ബാഹുബലി എന്ന് നിക്നെയിം ചെയ്തിരിക്കുന്ന റോക്കറ്റായിരുന്ന ബ്ലൂബേർഡ് 6. അതിലെ നിക്നെയിം എന്താണ്? ബാഹുബലി എന്നാണ് ISRO നിക്നെയിം ചെയ്തിരിക്കുന്നത്. അത് എന്നാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്? അത് 2025 സെപ്റ്റംബർ 24. അപ്പോൾ ഇത്രയാണ് ഡെയിലി കറണ്ട് അഫെയർസ്. പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.